ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. നിങ്ങളെവരും കാത്തിരിക്കും നിങ്ങളുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഡോണയും മനോഹറും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. സറിയുൻ്റെ കല്യാണത്തിന് പോകുന്ന കാര്യത്തെക്കുറിച്ചാണല്ലോ ഇന്നലെ സംസാരിച്ചുകൊണ്ട് ഇരുന്നത്. അപ്പോൾ അത് തന്നെയാണ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോണ പറയുകയാണ്, നിനക്കെന്താ ഇത്രയ്ക്ക് നിർബന്ധം, മനസ്സമ്മതം മാറ്റി വെക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ പറയണം, അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, സറിയുൻ്റെ കല്യാണത്തിന് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുള്ളൊരു നിരാശ ഉണ്ടല്ലോ, പറ്റത്തില്ലെന്നുള്ളത്, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ഡോണ പറയണം, എന്തായാലും നമ്മുടെ മനസ്സമ്മതം കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയി പെണ്ണിനെയും ചെറുക്കനെയും കാണാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനോഹർ പറയും, ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൾ ഒരു തരത്തിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഡോണ ചോദിക്കണം, നീ എൻ്റെ ഈ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനോഹർ പറയണം, അല്ല ഞാനും ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വൈകിട്ട് പോകാം, അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡോണ ചോദിക്കണം, നിനക്ക് അവരെ പരിചയമുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ പറയണം, അതെന്തൊരു ചോദ്യം നീ ചോദിക്കണത്, ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ഞാൻ എല്ലാവരെയും കണ്ടതല്ലേ, എല്ലാവരും എന്നെ കല്യാണം വിളിക്കുകയും ചെയ്തു കേട്ടോ, പിന്നെ അവരെന്നെ ക്ഷണിച്ചില്ലേ, പിന്നെ എനിക്കിനി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഡോണ പറയണം, എന്നാൽ പിന്നെ ഉറപ്പായിട്ട് നമുക്ക് മനസ്സമ്മതം കഴിഞ്ഞിട്ട് അവിടെ വരെ ഒന്ന് പോകണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ പറയണം, ഈ കല്യാണത്തിന് പങ്കെടുക്കാതെ അവിടെ വരെ വൈകുന്നേരം പോകുന്നതിന് എനിക്ക് താല്പര്യമൊന്നുമില്ല കേട്ടോ എന്ന് പറയുമ്പോൾ ഡോണ പറയണം, എന്നാൽ പിന്നെ ഞാൻ ഡാഡിയും കൂട്ടി പൊക്കോളാം എന്ന് പറയുമ്പോഴത്തേക്ക് മനോഹർ, എങ്ങനെ പോയാലും ഇനിയിപ്പം മനോഹറിന് തന്നെയാണല്ലോ പ്രശ്നം വരുന്നത്, ഏതായാലും ഈ കല്യാണത്തിന് അവിടെ നിൽക്കണം ഇവിടെ നിൽക്കണം എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് നമ്മുടെ മനോഹർ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയാണ്, എൻ്റെ ദൈവമേ, നൂൽപ്പാലത്തിലൂടെയാണല്ലോ ഞാൻ സഞ്ചരിക്കുന്നത്, എന്നെ അങ്ങ് കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചിരിയോടൊക്കെ കൂടി ഒരു കൂസലും ഇല്ലാതെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി രണ്ടുപേരും ചിരിച്ച് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെ തന്നെയാണ്. മനോഹര കൂട്ടുകാരനോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുവാണ് കേട്ടോ. എടാ രക്ഷയില്ലെന്നാടാ തോന്നുന്നത്, ഞാൻ അവസാനത്തെ ഐറ്റം ഇറക്കി നോക്കി, എങ്ങനെയെങ്കിലും ആ മനസ്സമ്മതം ഒന്ന് മാറ്റി വെക്കാൻ നോക്കിയതാണ്, പക്ഷേ ഡോണ അതൊന്നും സമ്മതിക്കില്ല. ഡോണയുടെ ഡാഡി അതെ, ആ പള്ളിയിലച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നടത്തണം, ആ ദിവസം തന്നെ നടത്തണം എന്ന് തന്നെ പിടിവാശി പിടിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല, ഇത് എവിടെ ചെന്ന് തീരുന്നു അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരൻ പറയാം, നീ ഒന്ന് സൂക്ഷിച്ചോണം, അവളുടെ ഡാഡി അത്രയ്ക്ക് ശരിയൊന്നുമല്ല, അങ്ങേരെ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് വാക്ക് പോലെ പാലിക്കുന്നവനാന്നൊക്കെയാണ് പറയണത്, അങ്ങനെയുള്ളവരെ പ്രത്യേകിച്ച് സൂക്ഷിക്കണം നീ. ഏതായാലും നീ ഒരു കാര്യം ചെയ്യ്, കല്യാണമൊക്കെ എങ്ങനെയും തട്ടിമുട്ടിയും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അമേരിക്കയിലൊക്കെ അങ്ങ് വിട്ടോണം, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ പറയണം, അതെങ്ങനെയാടാ ശരിയാകുന്നത്, ഇവരുടെ കല്യാണം കഴിഞ്ഞൊരു 3 മാസമൊക്കെ ഇവിടെ നിൽക്കണം, ഇവിടെ 3 മാസമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് എങ്ങനെയുമൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണം, എന്നിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പിന്നെ വിവാഹം ചെയ്ത് തട്ടിപ്പൊക്കെ നടത്തി അങ്ങ് ജീവിക്കണം, അത് തന്നെ എൻ്റെ ആഗ്രഹം, അല്ലാതെ സ്ഥിരമായിട്ട് ഒരു ഭാര്യേനെ ഉണ്ടാക്കി അതിനെ നോക്കി അങ്ങനെ ജീവിക്കാനൊന്നും എനിക്കിഷ്ടമല്ല, എനിക്കിതങ്ങ് ശീലമായി പോയടാ, എൻ്റെ ജീവിതത്തിൽ ഇതാടാ പറഞ്ഞേക്കണത്, ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിക്കുമോ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും കൂട്ടുകാരൻ പറയാം, എന്തിനാടാ വെറുതെ നൂലാമാല വലിച്ചു വെക്കുന്നത്, വല്ല സമാധാനമുള്ള ജീവിതമാണോ ഇത്, എന്തെങ്കിലും സമാധാനം നിനക്ക് കിട്ടുമോ, ഏതേലും ഒരെണ്ണത്തിനെ കെട്ടി എങ്ങനെയും എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് കൊള്ളാം എന്നിങ്ങനെ നമ്മുടെ കൂട്ടുകാരനെ ഉപദേശിക്കുകയാണ് കേട്ടോ. ഏതായാലും കൂട്ടുകാരൻ കൊള്ളാം, ഇച്ചിരി വിവരം ബോധമൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന് നമുക്കും തോന്നും കേട്ടോ. കാരണം നമ്മുടെ മനോഹർ അത്രയ്ക്ക് ഇതായതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടുകാരന് ഒരു ചെറിയ മനസ്സലിവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മനസ്സലിവെന്ന് വെച്ചാൽ നമ്മുടെ മനോഹർ ചെയ്യുന്നതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത മട്ടൊക്കെയാണ്, എന്നാലും പൈസയുടെ കാര്യമല്ലേ, കൂട്ടുകാരനാണേലും ആ കാര്യം വരുമ്പോഴത്തേക്കും കണ്ണടയ്ക്കുക തന്നെ ചെയ്യുമല്ലോ. അപ്പം മനോഹർ പറയാണ്, ഇനിയിപ്പോൾ ആരെങ്കിലും കല്യാണം കഴിക്കുക, പിള്ളേരൊക്കെ ആകുക, പ്രഗ്നൻ്റ് ആകുക, എവിടെ നിന്നെങ്കിലും സ്ഥലം വിടുക, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ പോകാനാണ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നത്, ഞാൻ ഇനി അങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ, എൻ്റെ തല വിധിച്ചേക്കുന്നത് ഇതൊക്കെയാടാ, ഇതാകുമ്പോൾ സുഖ ജീവിതം, എവിടെ ചെല്ലുന്നോ അവിടെ സുഖമായിട്ട് ജീവിക്കാം. ശേഷം കാണിക്കുന്ന സരയുവിനെ കേട്ടോ. സരയു ഇങ്ങനെ നമ്മുടെ മനോഹറിനെ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വപ്നം കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ സരയു വിളിക്കുക, എന്നാൽ ഒന്ന് മനുവേട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. മനുവേട്ടനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് മനുവേട്ട ഫോൺ എടുക്കുന്നതിന് കോപ്പ ഈ നേരത്തെ ഇവർക്ക് എന്നാത്തിൻ്റെ കേടാന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുക്കാണ് കേട്ടോ. ഫോൺ എടുത്തത്, മോളെ നീ എവിടെയാണ്, നീ എന്താ ഇപ്പം വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സരയു പറയാണ്, ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴത്തേക്കും മനുവേട്ടനെ കുറിച്ച് ആലോചിച്ചു, അപ്പോഴത്തേക്കും ഞാൻ വിളിച്ചതാണ്. എനിക്കാണെങ്കിൽ ദിവസങ്ങൾ അങ്ങോട്ട് കടന്നു പോകുന്നില്ല മനുവേട്ട, ഇനി 2-3 ദിവസം കൂടെയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവേട്ടൻ ഇങ്ങനെ ബോറടിച്ചൊന്നും ഇരിക്കണ്ടല്ലോ, എപ്പോഴും ഞാനടുത്ത് കാണില്ലേ, എൻ്റെ സ്വപ്നം അതാണ്, എപ്പോഴും മനുവേട്ടൻ്റെ അടുത്ത് ഇരിക്കുക, ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു നമ്മുടെ കല്യാണം കഴിയുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനുവും പറയുകയാണ്, ഞാനും ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്കും അങ്ങോട്ട് നീങ്ങുന്നില്ല, സമയം അങ്ങോട്ട് പോകുന്നില്ല, നീ ഒരു കാര്യം ഓർക്കണം കേട്ടോ, നമ്മുടെ കല്യാണം കഴിയുമ്പോഴത്തേക്കും പിന്നെ റോക്കറ്റിൻ്റെ വേഗതയിലായിരിക്കും ടൈം പോകുന്നത്, അതുവരെയുള്ള ഈ സുഖം ഒരു ഇച്ചിരി നല്ല സുഖം തന്നെയാണല്ലോ അല്ലേ എന്നിങ്ങനെ നമ്മുടെ മനോഹർ പറയുമ്പോഴത്തേക്കും
നമ്മുടെ സരി പറയണം, അതെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് എങ്ങോട്ടാണ് പോകണേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനോഹർ ഒന്ന് അബ്ബ വയ്ക്കണം കേട്ടോ. എന്നിട്ട് പറയണം, എങ്ങോട്ടാണ് പോകണ്ടേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും സരി പറയണം, അതെ കിരണും കല്യാണിയും കൂടെ സ്വിറ്റ്സർലൻഡിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്കുമാണ് ഈ രൂപയാൻറ്റി ഇവിടെ നിന്ന് അവരെ ഇറക്കി വിട്ടത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പോക്ക് മുടങ്ങുകയും ചെയ്തു. എനിക്ക് വലിയ ആഗ്രഹമാണ് സ്വിറ്റ്സർലൻഡിൽ പോകാൻ. എല്ലാവരും പറയുന്നത് നല്ല സ്ഥലമാണ്, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മനോഹർ പറയും, സ്വിറ്റ്സർലൻഡോ? അവിടെ വലിയ കാഴ്ചയൊന്നുമില്ല, അത് പണ്ടത്തെ സ്വിറ്റ്സർലൻഡ് ആണെങ്കിൽ മാത്രം അത്ര നല്ല കാഴ്ചയൊക്കെ ഉള്ളൂ, ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്നേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സരി ചോദിക്കുക, അപ്പം എന്താ മനുവേട്ടൻ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ എത്ര തവണയാണ് പോയിരിക്കുന്നത്, ഞാൻ 5-6 തവണ പോയിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത്, നമുക്ക് അവിടെ ഒന്നും പോകണ്ട എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സരി പറയാണ്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, മനുവേട്ടന് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം, മനുവേട്ടനൊരു സ്ഥലം പറ, അതെവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പോകാം, എന്നിട്ട് ഒരു മാസം നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് തന്നെ ആയിരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സരി പറയാണ്, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഫോൺ വെക്കട്ടെ, ഞാനിങ്ങനെ മനുവേട്ടനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കാൻ പോകുക കേട്ടോ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ് കേട്ടോ. ശേഷം മനോഹരും കൂട്ടുകാരനും ഇരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കള്ളടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 24 മണിക്കൂർ ഈ അടി മാത്രമേ ഉള്ളെന്നാണ് തോന്നുന്നത്. അദ്ദേഹം അപ്പം അങ്ങനെ കള്ളടിച്ചുകൊണ്ടിരിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹം അടുത്ത ആൾ വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മനോഹർ പറയുകയാണ്, ഒരെണ്ണം വിളിച്ച് വെച്ചതേ ഉള്ളൂ, ഇപ്പം അടുത്ത ആളും വിളിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും കൂട്ടുകാരൻ, എടാ നീ എടുക്കണ, എന്നിട്ട് വളച്ച് സംസാരിക്കണം, നിനക്കാണോ അറിയത്തില്ലാത്തത് അങ്ങനെ സംസാരിക്കാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മനോഹർ ഫോൺ എടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പറയണം, ഹായ് ഡാർലിംഗ്, എന്താ വിളിച്ചത് എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. ആ ഡാർലിംഗ് വിളി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒലിപ്പീരാന്ന് മനസ്സിലാകും, പക്ഷേ ഡോണയൊക്കെ പൊട്ടിയാന്ന് തോന്നുന്നു. അങ്ങനെ ഏതായാലും ഡോണ പറയണം, ഡാർലിംഗ് വിളിയൊക്കെ കേട്ടിട്ട് നല്ല ഫിറ്റിലാന്ന് തോന്നുന്നല്ലോ, എന്താ അവിടെ ഇപ്പം വെള്ളവടിയാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പറയണം, മനോഹർ പറയണം, അതെ അതിന് നിനക്ക് ഇഷ്ടമാണല്ലോ ലിക്കർ കഴിക്കണത്, അതിന് നിനക്കൊന്നും കുഴപ്പമില്ലല്ലോ. ഞാൻ അതുകൊണ്ട് ചോദിച്ചല്ല, ചുമ്മാ ചോദിച്ചതാ, കുറച്ച് ആഘോഷം കൂടുന്നുണ്ട് കേട്ടോ, അതൊക്കെ ഇച്ചിരിയൊക്കെ കുറയ്ക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനോഹർ പറയാണ്, അപ്പം വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തളയ്ക്കാനാണല്ലേ ഉദ്ദേശം? തളയ്ക്കാനോ? അങ്ങനെ തളയ്ക്കത്തൊന്നുമില്ല, പക്ഷേ വിവാഹം കഴിയുമ്പോഴത്തേക്കും എനിക്ക് എപ്പോൾ കാണണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ എനിക്ക് മനുവേട്ടനെ കാണണം. പിന്നെ ഈ മനസ്സമ്മതത്തിന് പകരം മിന്നുകെട്ടായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത്, അതായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും മനുവേട്ടനെ കണ്ടുകൊണ്ടിരിക്കായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ പറയാണ്, അതിനിപ്പോൾ എന്താ, നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പുണ്യം തന്നെയാണ് എന്നും ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഡോണ പറയാണ്, ഏതായാലും ഇനിയിപ്പോൾ 2-3 ദിവസമല്ലേ ഉള്ളൂ മനസ്സമ്മതത്തിന്, സാരമില്ല, ഉടനെ തന്നെ കല്യാണവും കാണുമല്ലോ, എന്നാൽ ഞാൻ ഫോൺ വെക്കട്ടെ, ഞാനിങ്ങനെ സ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ കിടക്കാം കേട്ടോ, എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു കേട്ടോ നമ്മുടെ ഡോണയും. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന നമ്മുടെ കൂട്ടുകാരൻ പറയാണ്, എങ്ങനെയാ സംസാരിക്കുന്നത്, എന്താ സംസാരത്തിൻ്റെ ഒരു ശൈലി, ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരാ വീഴാതിരിക്കുക. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സരയുവിൻ്റെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി നേരെ അമേരിക്കയ്ക്ക് വിട്ടോണം, പിന്നെ അവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്, കാരണം അവളുടെ ഡാഡി ഇച്ചിരി പെശകാന്ന് ഞാൻ പറഞ്ഞില്ലേ, അയാളെ സൂക്ഷിക്കണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനോഹർ പറയാണ്, അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം, എങ്ങനെയാണെങ്കിലും ഈ കല്യാണം ഞാൻ എടുക്കും, എനിക്ക് അത്രയ്ക്ക് പേടിയൊന്നുമില്ല, നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പം നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇവളുടെ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്നും പിന്നെ ഒരു ഡൽഹിയിലേക്ക് വല്ലതും ഒന്ന് പറക്കണം, അല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് തങ്ങാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഏതായാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ മനോഹർ ഒരു ഇച്ചിരി വില്ലനല്ല കേട്ടോ, ഒരു 1.5 വില്ലൻ തന്നെയാണ്. അതും പെൺകുട്ടികളെ കല്യാണം കഴിക്കുക മാത്രമല്ല, പ്രഗ്നൻ്റ് ആക്കി മിക്ക സ്ഥലത്തും തന്നെ മക്കളെ വരെ ഉണ്ടാക്കിയിട്ടാണ് പുള്ളിക്കാരൻ മുങ്ങി നടക്കുന്നതെന്ന് ഓർത്തണം. ഏതായാലും നമ്മുടെ സരയുൻ്റെ തലയിൽ കയറി കഴിഞ്ഞിട്ടുണ്ട്, സരയുൻ്റെ അഹങ്കാരം കുറയുന്നു, അത് ഉറപ്പുള്ള കേസ് തന്നെയാണ് കേട്ടോ. ശേഷം കാണിക്കുന്ന കിരണിനെയും ബൈജുവിനെയും CS-നെയും കേട്ടോ, അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചായ കുടിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കിരൺ പറയാണ്, അവൻ്റെ ധൈര്യം സമ്മതിക്കണോ അല്ലേ അച്ഛാ, ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടണമെങ്കിൽ തൊലിക്കട്ടി മാത്രം പോരാ, അവൻ്റെ ആ മനധൈര്യം ഉണ്ടല്ലോ, അതൊക്കെ സമ്മതിച്ച് തന്നെ കൊടുത്തേക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ബൈജു പറയണോ, എൻ്റെ ഈശ്വര, ഈ വിവാഹം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു, എന്നിട്ട് വേണം എനിക്കൊന്ന് സന്തോഷമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ, അതുകൊണ്ട് എനിക്കൊന്ന് ഉറക്കം പോലും ശരിയാകുന്നില്ല, എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഈ കല്യാണം മുടങ്ങിപ്പോകുമോ എന്നൊക്കെയുള്ളൊരാദിയാണ് എനിക്ക്. പിന്നെ കല്യാണത്തിന് പോകണം, കല്യാണത്തിന് പോയിട്ട് സരയുവിനെ കയറ്റി അയക്കുന്നത് വരെ അവിടെ നിന്ന് കാണുമല്ല, അതിൻ്റെ ഇടയ്ക്ക് മനോഹരൻ എന്തെങ്കിലും സഹായമൊക്കെ ഉണ്ടെങ്കിൽ അതും ഞാൻ ചെയ്തു കൊടുക്കും, പക്ഷേ അവിടുത്തെ സദ്യ ഞാൻ കഴിക്കില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കിരൺ ഇങ്ങനെ താടിക്കൊക്കെ കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ CS പറയണം, മോനെ നീ എന്താ ഈ ചിന്തിക്കണത്, നീ ചിന്തിച്ച് കൂട്ടേണ്ട ഒരു കാര്യമില്ല, ഡോണയുടെ കല്യാണം അത് മുടങ്ങുക തന്നെ ചെയ്യും. സരയുവിൻ്റെ കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 മാസമൊക്കെ പിടിക്കുമല്ലോ ഡോണയുടെ കല്യാണം ആകാൻ. അതിനു മുമ്പ് നമ്മൾ ഈ കള്ളക്കളിയൊക്കെ അങ്ങോട്ട് പൊളിച്ച് അവരുടെ കയ്യിൽ അങ്ങോട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഡോണേനെ കല്യാണം കഴിക്കാനൊന്നും ഇടയാകത്തില്ലല്ലോ. പിന്നെ
മോൻ ഇതൊക്കെ ഒന്ന് ഉദ്ദേശിച്ച് എപ്പോഴും ഓർത്ത് ഇതൊന്നും ഓർത്ത് വിഷമിച്ചൊന്നും ഇരിക്കണ്ട. അവൻ എത്ര കല്യാണം കഴിച്ചതാ, അതുകൊണ്ട് അവനൊക്കെ ഇത് നിസ്സാര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് സരയുവിൻ്റെ കല്യാണം ഏതായാലും നടന്നോളും. ആ മനസ്സമ്മത സമയത്ത് അവൻ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പ് കാണിച്ചോളും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കിരൺ ചോദിക്കുകയാണ്, അല്ല അതെങ്ങനെയാ അച്ഛൻ അറിയാവുന്നത്? അച്ഛൻ എങ്ങനെയാ അറിയാമോ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്? അതല്ല മോനെ, ഞാനങ്ങ് ഊഹിച്ചങ്ങ് പറഞ്ഞതാ. എനിക്ക് വല്ലാത്തൊരു സംശയം ഉണ്ട് കേട്ടോ എന്നിങ്ങനെ നമ്മുടെ ബൈജു പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് കിരണം പറയാ, അതെ ബൈജു, നിനക്ക് അച്ഛന് വിശ്വാസമുണ്ടോ? നിനക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബൈജു പറയും, എനിക്ക് അത്രയ്ക്ക് വിശ്വാസമൊന്നും പോരാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ CS പറയണം, നിങ്ങൾ ആ കാര്യമൊക്കെ വിട്, അതൊക്കെ എന്തേലും ആകട്ടെ. ഞാനിപ്പോൾ ഒരു കാര്യമേ പറയുന്നുള്ളൂ, സരയുവിൻ്റെ കല്യാണം കഴിഞ്ഞാൽ അവളുടെയും ആ രാഹുലിൻ്റെയും ഷാരിയുടെയും അഹങ്കാരം പോകും. പൂർണ്ണമായിട്ടും അവരൊന്ന് അടിമത്തത്തിലേക്ക് തന്നെ നീങ്ങി നിൽക്കും. പിന്നെ നമ്മുടെ മുഖത്തൊക്കെ നോക്കാൻ വേണ്ടി അവർ നാണം കെട്ട അവസ്ഥയിൽ തന്നെ ആയിരിക്കും നോക്കണത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കിരൺ പറയാണ്, കല്യാണം നടക്കുന്നതിലൊക്കെ എനിക്ക് സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ളൂ. പക്ഷേ എൻ്റെ അമ്മേനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലൊരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറയുമ്പോൾ CS പറയണം, മോനെ അതിനൊക്കെ സമയമുണ്ടല്ലോ, ഇത് കണ്ടോണം. മോനില്ലാത്ത ആ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മോൻ്റെ വില മോൻ്റെ അമ്മ അറിയാൻ പോകുക, ഈ കല്യാണത്തിലൂടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോകുക എന്ന് പറയുമ്പോൾ നമ്മുടെ കിരൺ ഇങ്ങനെ താടിക്ക് കൈയൊക്കെ കൊടുത്ത് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എപ്പിസോഡ് തീരാണ് ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ കൂട്ടർക്കും ബൈ, താങ്ക്